കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇനിയിപ്പൊ അപ്പുറത്തല്ല കൊണ്ട് വെച്ചാണ്. ഇനി അപ്പുറത്താണ് കണ്ടേ. ചേട്ടാ ഇവിടുത്തെ ഡ്രസ് എവിടെ? ഇതിപ്പം ഡ്രസ് ഇല്ലാതെ എങ്ങനെ പോവും? ഒറ്റയ്ക്കാണ് സംസാരിക്കണം. അല്ല അമ്മായി, ഞാനേ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഡ്രസ് ഇവിടെ 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 ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ കാണാനില്ല. പുറത്താണോ? അപ്പോ ഫ്രണ്ടിന്റെ കൂടെ അവന്റെ വല്യച്ഛന് വയ്യാതായി. അപ്പൊ പുള്ളി ഒന്ന് കാണാൻ വേണ്ടി പോണം. എവിടെ സ്ഥലം? തുറവൂര്. ആ അപ്പൊ നേരെ പോകുന്നു വരുന്നു. അളയോ അളയോ അളയൊന്നു വന്നേ. എന്റെ ഡ്രസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, കണ്ടായിരുന്ന? എന്റെ ഡ്രസ്സാ? ഞാൻ കണ്ടില്ല. ഇല്ലേ? പിന്നെ സ്ഥലം വരെ പോവുകയും ചെയ്യണമായിരുന്നു. എങ്ങോട്ട് പോണു? കറങ്ങാൻ പോണ്. അച്ഛാ അല്ലെന്ന് അളയാ, എന്റെ ഫ്രണ്ടിന്റെ വല്യച്ഛന് വയ്യ. പുള്ളിയെ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തുറവൂര് വരെ പോണം. ബൈക്ക് എടുത്തോണ്ടാ പോണേ? അല്ലല്ല, ഞാൻ വരും. என்னடா ഇവിടെ നിന്റെ ഡ്രസ് എവിടെ അലക്കിട്ടിരുന്നത്? அலக்கெல்லாம் இல்லடா, இங்க இருந்த ட்ரெஸ் தானே, அதை நான் எடுத்து அலக்கி மடிச்சு அலமாரிக்குள்ள வச்சிருக்கேன். എനിക്കറിയാ, കനാൻഡി എന്ന് പറഞ്ഞ മുത്തല്ലേ, കണ്ടാ? അറിയാ, വല്ലപ്പോഴും എങ്കിലും സ്വന്തം ഡ്രസ്സ് അലക്കാൻ നോക്കടാ. അവന് കൃത്യം അറിയാവുന്നേ. അവൻ ഡ്രസ്സ് അലക്കാനുള്ളത് എവിടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് കനകാന്റി അലക്കിക്കൊണ്ട് തിരിച്ചു വെച്ചോളൂ. എന്തോന്നടേ നീ പറഞ്ഞ ആളെ അലക്കോ? ഞാൻ എന്റെ ഡ്രസ്സ് അടക്കി അലക്കാറുണ്ട്. ദുബായിലൊക്കെ ആയിരുന്നപ്പോ ഞാനല്ലടാ മൊത്തം അലക്കുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോ എന്റെ ലച്ചൂസാണ് എന്റെ എല്ലാം അലക്കി തരുന്നത്. നിന്റെയൊക്കെ ഒരു ഭാഗ്യം. എന്ത് ഭാഗ്യം? ഞങ്ങള് ദുബായിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കണല്ലേ. അതെ. ഈ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരോട് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? എന്ത് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോകാനല്ലേ ഈ സോപ്പിടണത്? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പോയി ഡ്രസ് മാറി. நான் கிச்சன்ல போறேன். പോണാ? ആ പോണ്. എന്റെ പൊന്നു ലച്ചു, നീ ഇത് എപ്പ പോയതാ? എപ്പ വരാന്നാ നീ എന്റെ അടുത്ത് പറഞ്ഞ്? അല്ല ഇതിപ്പോ എത്ര മണിക്കൂറായി? നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കി. ഇനിയിപ്പൊ ഞാൻ വന്ന് പിക്ക് ചെയ്യാൻ. എങ്ങനെയാണ് മോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് അതേപോലെ മോൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടാ. ആയിക്കോട്ടെ. അവളെവിടാ മോനെ? എന്റെ അമ്മുമ്മേ, ഏതോ ഒരു സ്റ്റിച്ചിങ് സെന്ററിൽ പോയിട്ട് വരാന്നും പറഞ്ഞ് പോയതാ. ഇതിപ്പോ പോയിട്ട് കുറെ മണിക്കൂറുകളായി. അരമണിക്കൂറിൽ വരാന്ന് പറഞ്ഞ് പോയ ആളാ. അതിനെപ്പറ്റി പറയാതിരിക്കാ ഭേദം. ഇന്നാളൊരു ദിവസം എങ്ങാണ്ട് പോയപ്പോഴേ ഒന്ന് താമസിച്ചു. ഇവിടെ വന്നപ്പോ ഞാൻ ചോദിച്ചു, നീ എന്താ താമസിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി വഴക്ക് പറഞ്ഞു. എന്റെ ദൈവമേ, എന്നെ ഇനി പറയാനൊന്നുമില്ല. എന്നിട്ട് എന്നെ ഒരു നോട്ടം ഇങ്ങനെ. ലച്ചു ഇല്ലാത്തപ്പോ നൈസായിട്ട് അവളെ കുറ്റം പറയാണല്ലേ. എന്റെ അമ്മയായാലും എന്റെ കൊച്ചുമോളായാലും പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതല്ലേ അവളും ചെയ്യണോളൂ. അല്ല ഇത് കുറച്ച് കടുപ്പോ. ഓ ഇനി എന്റെ ഒരു കൊച്ചുമോൻ ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. എവിടെ പോയെന്ന് വല്ല അറിവുണ്ടോ? ശരിയെന്നാ. അമ്മ അല്ലാതെ വേറെ ആരെങ്കിലും ലച്ചുവിനെ കുറ്റം പറഞ്ഞാലേ അമ്മയ്ക്ക് അങ്ങ് പൊളിയും. അത് പൊളിയൊന്നും എനിക്കറിയാം. അതല്ലേ അമ്മമ്മയുടെ ഫ്രണ്ട് വെച്ച് ഞാനൊന്നും പറയാത്തത്. വിളിക്കണുണ്ടല്ല കേശു അളിയൻ. കറക്റ്റ് ടൈം പറയടാ. ഞാൻ വീട്ടില്. നീ എവിടാ? എന്താ നിന്റെ ശബ്ദം മാറിയിരിക്കണേ? സൽക്കർമ്മോ? അനുഗ്രഹോ? നീ എന്തൊക്കെയാണ് ഈ പറയണേ? എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാവും. എന്താ കാര്യം? ഹലോ, കട്ടായിപ്പോയോ? എന്താ കാര്യം? അവന്റെ ശബ്ദമൊക്കെ മൊത്തത്തിൽ മാറിയിരിക്കുന്നു. അത് മാത്രമല്ല, അവൻ എന്തോ സൽക്കർമ്മം ചെയ്യാൻ പോവാണെന്നും എന്റെ അനുഗ്രഹം വേണമെന്നൊക്കെ പറഞ്ഞു. എന്തോ ഒപ്പിക്കണുണ്ട് സാറ്. പള്ളിയാണാ? ആയിരിക്കും. അമ്മയുടെ കണ്ണ് ഓക്കെ ആയില്ലല്ലേ? മരുന്ന് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂറിനോട് സെറ്റാവും. എന്നാലും അവൻ എന്ത് സൽക്കർമ്മമായിരിക്കും ചെയ്യാൻ പോണേ?
എവിടെയെങ്കിലും പോയാ സമയത്തിനും കാലത്തിനും വീട്ടിൽ വരത്തില്ല. ഇനി വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. என்னம்மா இது, லெச்சு அடிக்கடி வெளியில போக மாட்டால, எப்பவாவது போனா நமக்கு வீட்டுக்கு தேவையான எல்லா பொருளும் வாங்கிட்டு தானே வருவா. அதனால கொஞ்சம் லேட் ஆகும். ലച്ചു അങ്ങനെ തന്നെ. ഇവിടെ നിൽക്കുന്ന സമയത്തെ കുഴിപ്പളത്ത് അമ്മ വിളിക്കുവാണെങ്കിലും അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ലേ അവള് വരുന്നത്. ഞാൻ അവിടെ കാര്യമല്ല പറഞ്ഞത്, കേശുമോന്റെ കാര്യമാണ് പറഞ്ഞത്. கேசுவா? ആ அம்மா, ஒரு வாட்டி சித்து கேசுட்ட சொல்றது நான் கேட்டேன். நம்ம லெச்சு இருக்கால, குழிப்பழத்துல அப்பா அம்மாவை கவனமா பாத்துப்பான்னு, எல்லா விஷயம் செஞ்சு கொடுப்பான்னு சித்துவ விடன்னு எடுத்து சொன்னாவன். എനിക്ക് ലച്ചുവിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. ശിവയുടെ കാര്യത്തിലാണെങ്കിലോ അവൾ അവിടെ കാര്യങ്ങൾ നോക്കും. ഒരവിയേല് പരുവത്തിൽ ഇപ്പൊ കിടക്കുന്നത് കേശു മാത്രമാണ്. എന്തോന്ന് കേശു മാത്രമാണെന്ന്? കേശു സൂപ്പറാണ്. അവ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടാണ് ചെയ്യണം. ഇപ്പൊ തന്നെ പടവലത്തെ കാര്യം നോക്കിയാണ്, അവിടുത്തെ എല്ലാ കാര്യവും അടിപൊളിയായിട്ട് മാനേജ് ചെയ്യണില്ലേ? അതെ, ഞാൻ അങ്ങോട്ട് കാശ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ നീക്കിയിരിപ്പ് അവന്റെ കയ്യിലും കാണും. ഓ, എന്നാലും അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. அதெல்லாம் அவன் நல்லா செய்யறான். ஆனா இந்த படுத்தத்துல மட்டும்தான் கொஞ்சம் பின்னாடி நிக்கிறான். ചേച്ചി നോക്കിക്കോ, അവ ഇനി കൊണ്ടങ്ങ് കേറും പഠിത്തത്തിന്റെ കാര്യത്തിൽ. കൊണ്ട് കേറിയാ മതിയായിരുന്നു. അതൊക്കെ കേറും. ആ കോള് വരണം. ഒന്നെങ്കിൽ പാടിയിട്ടുള്ള സരളയായിരിക്കും, ഇല്ലെങ്കിൽ ഉമേഷ് ഫിറ്റായിട്ട് വിളിക്കണായിരിക്കും. ഉമേഷ് ആയിരിക്കും. ഇന്ന് 11 മണിയാകുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. സംസാരിച്ചോണ്ടിരിക്കാതെ ഫോൺ ഇടും. കേശു ആണല്ലോ. എന്താ മോനെ? നീ കാര്യം പറ. ഇല്ല ഇല്ല, ഞാനൊന്നും സംസാരിക്കുന്നില്ല, നീ പറ. സൽക്കർമ്മോ? എന്ത് സൽക്കർമ്മം? അനുഗ്രഹിക്കാനോ? നീ എന്തൊക്കെയാ കൊച്ചേ പറയുന്നേ? നീ ഇന്നലെ സൽക്കർമ്മമൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങ് വാ. അനുഗ്രഹിച്ചിരിക്കുന്നു. പെട്ടെന്ന് നീ വീട്ടിലോട്ട് വായോ. ശരി. എന്തമ്മ? എന്തോ സൽക്കർമ്മം ചെയ്യാൻ പോവാന്നോ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞു. കേശുവിന്റെ കോൾ അമ്മൂമ്മയ്ക്ക് വന്നോ? വന്നേ, ഇപ്പൊ വന്നു. എനിക്ക് നേരത്തെ കോള് വന്നായിരുന്നു. അവന് ശബ്ദം മൊത്തത്തിൽ മാറിയിരിക്കുകയായിരുന്നു. അവൻ എന്തോ സൽക്കർമ്മം ചെയ്യാൻ പോവാണെന്നും എന്റെ കയ്യിൽ അനുഗ്രഹം വേണമെന്നും പറഞ്ഞ് ഞാൻ അനുഗ്രഹം കൊടുക്കുകയും ചെയ്തു. എന്തിനാണോ എന്തോ എന്നോട് സംസാരിച്ചപ്പോഴും അവന്റെ ശബ്ദമൊക്കെ മാറിയിരിക്കുക. അല്ല, നിങ്ങൾ എന്തിനാണ് ഇത്ര എക്സൈറ്റഡ് ആവണേ? അവ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്തിട്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഷോ ഇറക്കണായിരിക്കും. கௌரி, நம்ம கேசுவோட மனசு ரொம்ப நல்ல மனசு. அவன் எல்லாருக்கும் உதவி செய்வான். அதனால தானே அவனோட ஃப்ரெண்ட்ஸ் எல்லாம் எப்பவுமே கேசு கேசு சொல்லி கூப்பிடுறாங்க. അവനെ എല്ലാവരുടെയും കാര്യം നോക്കുന്ന കൂട്ടത്തിലേ സ്വന്തം കാര്യം കൂടെ നോക്കിയാൽ നന്നായിരിക്കും. ഞാനേ ഒന്നവനെ വിളിച്ചു നോക്കട്ടെ. മോനെ, വിളിക്കുമ്പോഴേ ഒന്ന് വരട്ടിക്കോ. പെട്ടെന്ന് എന്നിട്ട് ഇങ്ങ് വരാൻ പറ. ഓക്കെ. എന്നാലുവേ എന്ത് സൽക്കർമ്മമായിരിക്കും അവൻ ചെയ്യാൻ പോകുന്നത്? ஆமா, ஒருவேளை இந்த வீடு இல்லாதவங்களுக்கு ஸ்தலம் கொடுக்கறேன்னு சொல்லிட்டு படவலத்துல கூட்டிட்டு போயிருப்பானோ? പടവലത്തോട്ടെ അങ്ങ് വിളിച്ചോണ്ട് വരട്ടെ, അവന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് എന്തോന്നാണ്? അവ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യം ചെയ്തിട്ട് നിങ്ങളെ വിളിച്ച് ഷോ കാണിക്കണയാണ്. എന്ത് വലിയ കാര്യം എടുക്കല്ലേ പീക്കറി ചെറുക്കൻ, പോവാൻ പറ. അങ്ങനെ ആയിരിക്കോ? ഇല്ലേ അമ്മ, നമ്മളെ കേശുവിനെ നമുക്ക് അറിഞ്ഞൂടെ?